അടുത്ത 13.1-ൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെയിലി വേജസ് ഓഫ് 50 വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ 50 വർക്കേഴ്സിൻ്റെ വേജസ് ആണ് തന്നിട്ടിരിക്കുന്നത്. ഫൈൻഡ് ദ മീൻ ഡെയിലി വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് ദ ഫാക്ടറി ബൈ യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ് വെച്ചിട്ട് ആ വർക്കേഴ്സിൻ്റെ മീൻ വേജസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ 100, 120, 100 തൊട്ട് 120 വരെയുള്ള സാലറി വേജസ് ഡെയിലി കിട്ടുന്നത് 12 പേർക്കാണ്. 120, 140 കിട്ടുന്ന 14, 140, 160, 8, 160, 180, 6, 180, 200, 10 പേർക്ക്. ഓക്കെ, ഇതാണ് നമ്മളുടെ FI എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇച്ചിരി ആദ്യം നമുക്ക് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാം. XI അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ക്ലാസ് ഇൻ്റർവെല്ല് തമ്മിൽ കൂട്ടിയിട്ട് ബൈ 2 എടുക്കുക. 120ഉം 100ഉം കൂടെ കൂട്ടുമ്പം 220. 220 ബൈ 2 ചെയ്യുമ്പം 110. ഓക്കെ, ഇവിടെ നമുക്ക് 120ഉം 130, 140, 120 കൂടെ ചെയ്യുമ്പം 260. 260, 130 കിട്ടും. ഇവിടെ 150 കിട്ടും. അന്നേരം ഇവിടെ 170, ഇവിടെ 190. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ക്ലാസ് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ക്ലാസ് ഇൻ്റർവെൽ ക്ലാസ് മാർക്ക് കിട്ടിയതെല്ലാം ഭയങ്കര വലുതാണ്. അന്നേരം ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം അങ്ങ് പോകും. അന്നേരം നമ്മൾ ഡീവിയേഷൻ മെത്തേഡ് എടുക്കും. നമ്മൾ DIs കണ്ടുപിടിക്കുക. DI കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? DI എന്ന് പറയുന്നത് XI മൈനസ് A ആണ്. ആദ്യം നമ്മളൊരു അസ്യൂംഡ് വാല്യൂ കണ്ടുപിടിക്കുക. അസ്യൂംഡ് മീൻ, അതായത് A ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഞാനിവിടെ 130 എടുക്കുകയെന്ന് വെച്ചോ. ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ നമുക്ക് ക്ലാസ് മാർക്ക് കിട്ടിയല്ലോ, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ അസ്യൂംഡ് വാല്യൂ ആയിട്ട് എടുക്കാം. 110 എടുക്കാം, 130 എടുക്കാം. ആദ്യത്തെ എടുക്കണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. മാക്സിമം മിഡിൽ വാല്യൂ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഒരു 130 അങ്ങ് എടുക്കുക. ഓക്കെ, അന്നേരം ആദ്യത്തെ ഇവിടുത്തെ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇവിടുത്തെ XI എത്രയാണ്? 110. ഓക്കെ, മൈനസ് നമ്മൾ അസ്യൂംഡ് A എടുത്തിരിക്കുന്നത് 130 ആണ്. അന്നേരം 110 മൈനസ് 130 എന്ന് പറയുമ്പം ഇത് ചെറുതാണ്, ഇത് വലുതാണ്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എന്തായാലും നെഗറ്റീവ് വരും. പിന്നെ 130 110 കുറയ്ക്കുമ്പോൾ നമുക്ക് 20 ആണ് കിട്ടുന്നത്. അന്നേരം മൈനസ് 20 ആണ് ഇവിടുത്തെ DI എന്ന് പറയുന്നത്. ഓക്കെ, അത് കണക്ക് താഴോട്ട് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം. ഇവിടുത്തെ XI എന്ന് പറയുന്നത് 130. നമ്മൾ A എന്ന് പറയുന്നത് 130. ഈ A എടുത്തിരിക്കുന്ന എല്ലാത്തിനും ബാധകമാണ്. ആ സെയിം A തന്നെയാണ് നമുക്ക് ബാക്കി എല്ലായിടത്തും ഉപയോഗിക്കേണ്ടത്. അന്നേരം A എന്ന് പറയുമ്പം ഇവിടെ 130 ആണ്, XIയും 130. രണ്ടും കൂടെ 130 മൈനസ് 130 0 കിട്ടും. ഇവിടെ XI എന്ന് പറയുന്നത് 150 ആണ്, A എന്ന് പറയുന്നത് 130 ആണ്. അന്നേരം ഇവിടെ നമുക്ക് 150 മൈനസ് 130 20 കിട്ടും. ഇവിടെ 170 മൈനസ് 130 ആയിരിക്കും, അത് ചെയ്യുമ്പം 40 കിട്ടും. അടുത്തതോ 190 മൈനസ് 130 60 കിട്ടും. ഇത്രയാണ് നമുക്ക് DI കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സിഗ്മ FI ഒന്ന് കണ്ടുപിടിക്കാം. FI കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 50 വർക്കേഴ്സിൻ്റെയാണ്. ഇത് കൂട്ടുമ്പോൾ എന്തായാലും നമുക്ക് 50 കിട്ടണം. കൂട്ടി നോക്കുകയാണെങ്കിൽ 12ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 26. 26ഉം 6ഉം 32. 32ഉം 10ഉം 42. 42ഉം 8ഉം 50. സിഗ്മ FI 50 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് FI XI അല്ല, FI DI ആണ്. നമ്മൾ അഡീഷണലായിട്ട് എന്ത് കണ്ടുപിടിക്കുന്നോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ FIനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അഡീഷണലായി കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ XI വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിയത് ഈ XI എന്ന് പറയുന്നതെല്ലാം ഭയങ്കര വലിയൊരു നമ്പറാണ്. മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചത്. നോക്കിയാൽ 12 × 20. 12 × 2 എത്ര? 24. 24ഉം പിന്നെ ഒരു 0, 240 കിട്ടും. 14 × 0 ചെയ്യുമ്പം 0 കിട്ടും. 20 × 8, 8 2s 16 ആണ്, ഒരു 0 കൂടെ കൊടുത്താൽ മതി. 6 4s 24 ആണ്, ഒരു 0 കൂടെ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഒരു 600 കിട്ടും. ഓക്കെ, ഇതിൻ്റെ പക്ഷേ എന്തെടുക്കണം? സമ്മ് എടുക്കണം. സിഗ്മ
FI/DI കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഒന്ന് കൂട്ടി നോക്കാം. ഇവിടുത്തെ ഒരു കാര്യം നോക്കുവാണേ, ഇവിടെ മൈനസ് ഉണ്ട്. നമ്മൾ ആദ്യം -20 ആയത് കിട്ടിയത്. എന്നാൽ ആ മൈനസ് വാല്യൂ അതുപോലെ കൊടുക്കണം. എന്നാൽ ഇവിടെ ചെയ്യുമ്പോഴും നമുക്ക് മൈനസ് 12 × -20 ചെയ്യുമ്പോൾ -240 കിട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ നോക്കിക്കേ, ഇതെല്ലാം കൂടെ കൂട്ടുകയെന്ന് വെച്ചു. ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും, ഇത് രണ്ടും എന്തായാലും കട്ട് ചെയ്തു പോകും. പിന്നെ ഒരു 160ഉം 600ഉം പിന്നെ 0 ഉണ്ട്. 0 എന്തിൻ്റെ കൂടെ കിട്ടിയാലും അത് കൂട്ടേണ്ട കാര്യമില്ല. അന്നേരം നമുക്ക് എന്തൊക്കെ കൂട്ടിയാൽ മതി? 600ഉം 160ഉം കൂടെ കൂട്ടിയാൽ മതി. 760 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ മീൻ കാണുന്നത് എങ്ങനെയാണ്? ഈ ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് മീൻ കാണുന്നത് എങ്ങനെയാണ്? മീൻ എന്ന് പറയുന്നത് A+σFI/DI/σFI ആണ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നമുക്കറിയാം 130 നമ്മൾ എടുത്തിട്ടുള്ളത്. σFI/DI എന്താണ്? 760 ആണ്. σFI എന്താണ്? 50 ആണ്. 0 രണ്ടും കട്ട് ചെയ്തു പോവും. 130 + 76/5 എത്രയാണെന്ന് നോക്കാം. 76 ഡിവൈഡഡ് ബൈ 5. 5 1s ആണ് 5. 2 കിട്ടും. പറ്റാത്തതുകൊണ്ട് 6 കാത്തിറക്കും. 5s 25 കിട്ടും. 1 കിട്ടും റിമൈൻഡർ. പോയിൻ്റ് കൊടുക്കും. 0 2s 10. ഓക്കെ, അന്നേരം ഇവിടെ നമുക്ക് 76/5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15.2 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണേ. 130 ഇവിടെ ഒരു പോയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊരു 0.0 കൊടുക്കുന്നു. പ്ലസ് 15.2 ആണ്. 2ഉം 0 കൂടെ കൂട്ടുമ്പോൾ 0 + 2 2 തന്നെ. ആ പോയിൻ്റ് അതുപോലെ എടുക്കുക. 0 + 5 5 തന്നെ. 3 + 1 4. 1 ഇവിടെ താത്തിറക്കുക. അതായത് 145.2 ആയിരിക്കും നമ്മളുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചത്. അല്ലാതെ ഇവിടെ നോക്കിക്കേ, XI എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആണ്. അന്നേരം അതിനെ ചെറുതാക്കാൻ വേണ്ടിയാണ് നമ്മൾ DI കണ്ടുപിടിച്ചത്. അന്നേരം XI അല്ലാതെ വേറൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ FI ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തിനെ ആയിരിക്കും. അന്നേരം നമ്മളിവിടെ A എടുക്കണം ആദ്യം. A എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. അതായത് ഈ XIക്കകത്ത് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് A ആയിട്ട് എടുക്കാം. പക്ഷേ ആദ്യത്തെ ഒന്നും എടുക്കാത്തതായിരിക്കും നല്ലത്. ഓക്കെ.